മലപ്പുറം കാളികാവിൽ നരഭോജി കടുവയുടെ കാൽപ്പാടുകൾ കണ്ടെത്തിയിരിക്കുന്നു. കേരള എസ്റ്റേറ്റിന് സമീപത്തെ റോഡിലാണ് കാൽപ്പാടുകൾ കണ്ടെത്തിയിരിക്കുന്നത്. വനം ഉദ്യോഗസ്ഥരെത്തി പരിശോധന നടത്തി. വിവരങ്ങളുമായി ചേതൻ ചേരുകയാണ്. ചേതൻ, ഇപ്പോൾ ഇതാ കടുവയുടെ കാൽപ്പാടുകൾ കണ്ടെത്തിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന ഏറ്റവും പുതിയ വിവരം. കഴിഞ്ഞ ദിവസം കടുവയുടെ ചില ദൃശ്യങ്ങൾ ക്യാമറയിൽ പതിഞ്ഞിരുന്നു അടയ്ക്കാക്കുണ്ട് മലയ്ക്ക് സമീപം. ആ പ്രദേശത്ത് തന്നെയാണോ ഇന്ന് കാൽപ്പാടുകളും കണ്ടെത്തിയിരിക്കുന്നത്? അല്ല മനു, ഈ അല്പസമയം മുമ്പാണ് ഈ വനം വകുപ്പിൻ്റെ പരിശോധനയിൽ ഈ കടുവയുടെ കാൽപ്പാടുകൾ കണ്ടെത്തിയത്. പ്രധാനമായും രണ്ട് മേഖലയിൽ നിന്നാണ് ഈ കാൽപ്പാടുകൾ കണ്ടെത്തിയത്. ഒന്ന് ഈ കാളികാവിലെ കേരള എസ്റ്റേറ്റിന് സമീപമുള്ള റോഡിൽ വെച്ചും, അതുപോലെ തന്നെ ഇന്ന് പ്രധാനമായും പരിശോധന നടത്തുന്നത് ഈ മഞ്ഞൾപ്പാറ ഭാഗത്ത് വെച്ചാണ്. ഈ മഞ്ഞൾപ്പാറ ഭാഗത്ത് വെച്ചുമാണ് ഈ കടുവയുടെ കാൽപ്പാടുകൾ കണ്ടെത്തിയത്. ഇന്നും കൂടൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. 3 കൂടുകളാണ് സ്ഥാപിച്ചത്. 50ഓളം ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം 5 ലൈവ് സ്ട്രീം ക്യാമറകളടക്കം തെർമൽ ഡ്രോൺ സൗകര്യവും ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ഇന്ന് രാവിലെ 7 മണിയോടുകൂടിയാണ് ഈ ദൗത്യം ഇന്ന് വീണ്ടും പുനരാരംഭിച്ചത്. വളരെ ഊർജിതമായ തെരച്ചിലാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തുന്നത്. 60 അംഗങ്ങളാണ് ഈ ടീമിലുള്ളത്. 60 അംഗങ്ങൾ 3 ടീമുകളായി തിരിഞ്ഞാണ് ഇവിടെ തെരച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ 2 കുങ്കിയാനകളും ഈ തെരച്ചിലിൻ്റെ ഭാഗമായി ഇവിടെ എത്തിയിട്ടുണ്ട്. കോന്നി സുരേന്ദ്രനും അതുപോലെ തന്നെ കുഞ്ചുവും. ഈ കഴിഞ്ഞ ദിവസവും നമുക്ക് അറിയാം, ഒരു കുഞ്ചുവിന് ഒരു അനിഷ്ട സംഭവം ഉണ്ടായി. കുഞ്ചു അക്രമാസക്തനാവുകയും പാപ്പാനെ പരിക്കേൽക്കുക സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പാപ്പാൻ്റെ പരിക്ക് ഗുരുതരമല്ല. ഈ കടുവയെ സ്പോട്ട് ചെയ്താൽ ഈ കുങ്കിയാനകളുടെ സേവനവും ഈ വനം വകുപ്പ് ഉപയോഗപ്പെടുത്തുന്നതായിരിക്കും. ഇപ്പോൾ പ്രധാനമായും ഈ തെരച്ചിൽ നേതൃത്വം നൽകുന്നത് CCF ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് ഉമാ ത്യാഗസുന്ദരവും അതുപോലെ തന്നെ നിലമ്പൂർ DFO ആയ ധനിക് ലാലും സീനിയർ വെറ്റിനറി ഡോക്ടറായ ഡോക്ടർ അരുൺ സക്രിയുമാണ് ഈ തെരച്ചിലിന് ഇപ്പോൾ നേതൃത്വം നൽകുന്നത്. ഏതായാലും വൈകാതെ തന്നെ ഈ കടുവയെ ട്രാക്ക് ചെയ്യാൻ സാധിക്കും എന്ന പ്രതീക്ഷയിലാണ് ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ. മനു, ചേതൻ വിവരങ്ങൾ നൽകിയത്.